Hi dear students, welcome back to Alex E Academy. ഈ ഒരു ലെക്ചറിൽ CET 303 ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സിലെ മൊഡ്യൂൾ 5-ലെ 4th ലെക്ചറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫൂട്ടിംഗ് ആയിരുന്നു മൊഡ്യൂൾ 5-ൽ സോഫാർ നോക്കിയത്. ഫൂട്ടിങ്ങിൽ തന്നെ ഫൂട്ടിങ്ങിൻ്റെ തിയറി, സ്ക്വയർ ഫൂട്ടിംഗ്, റെക്ടാങ്കുലർ ഫൂട്ടിംഗ്, അതിൻ്റെ ഡിസൈനും ഡീറ്റെയിലിങ്ങുമാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു ലെക്ചറിൽ അടുത്ത 2-3 ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫ്ലക്ഷനെ ബേസ് ചെയ്തിട്ടുള്ള കൺസെപ്റ്റും ന്യൂമറിക്കൽ പ്രോബ്ലംസും ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് സിലബസ് ഒന്ന് നോക്കാം. 5th മൊഡ്യൂളിൽ നമുക്ക് ഫൂട്ടിംഗ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, IS കോഡ് പ്രൊവിഷൻ, ഡിസൈൻ ഓഫ് റെക്ടാങ്കുലർ ഫൂട്ടിംഗ്, അതിൻ്റെ ഡീറ്റെയിൽ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നേരെ പോകുന്നത് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസബിലിറ്റി, ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് ഡിഫ്ലക്ഷൻ, അതിൽ തന്നെ ഷോർട്ട് ടേം, ലോങ് ടേം ഡിഫ്ലക്ഷനാണ്. ഓക്കെ, ഇപ്പോൾ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസബിലിറ്റി കൺസിസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ലിമിറ്റ് സ്റ്റേറ്റ്സ്. ഇപ്പോൾ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസബിലിറ്റിയിൽ 3 ലിമിറ്റ് സ്റ്റേറ്റ്സ് ആണ് നമുക്ക് IS കോഡ് 456-ൽ പറയുന്നത്. ഒന്ന് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് ഡിഫ്ലക്ഷൻ, ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് ക്രാക്കിംഗ്, ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് വൈബ്രേഷൻ. അപ്പോൾ ആദ്യം തന്നെ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് ഡിഫ്ലക്ഷൻ ആണ് നമ്മൾ നോക്കുന്നത്. ലിമിറ്റ് സ്റ്റേറ്റ് ensures that the deflection of a structure or part therefore shall not adversely affect the appearance or efficiency of the structure or finishes or partitions. In any reinforced concrete structure, the deflections consist of the two components. അപ്പോൾ നമ്മൾ ഏതൊരു റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് സ്ട്രക്ചർ എടുത്താലും ഡിഫ്ലക്ഷൻ 2 ടൈപ്പാണുള്ളത്. ഷോർട്ട് ടേം ഡിഫ്ലക്ഷനും ലോങ് ടേം ഡിഫ്ലക്ഷനും. ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ എന്താ നോക്കാം. ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ ആർ ദ ഇലാസ്റ്റിക് ഡിഫോർമേഷൻ ദാറ്റ് എനി സ്ട്രക്ചർ അണ്ടർഗോസ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഇറ്റ് ഈസ് ലോഡഡ്. അപ്പോൾ ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സ്ട്രക്ചർ എടുത്താലും, RCCയിൽ ഏത് സ്ട്രക്ചർ എടുത്താലും അത് ലോഡിങ് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അതിലുണ്ടാകുന്ന ഡിഫ്ലക്ഷനെയാണ് നമ്മൾ ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അടുത്തത് ലോങ് ടേം ഡിഫ്ലക്ഷൻ. ലോങ് ടേം ഡിഫ്ലക്ഷൻ ഒക്കേഴ്സ് ഓവർ എ ലോങ് പീരിയഡ് ഓഫ് ടൈം ആൻഡ് ആർ മെയിൻലി ഡ്യൂ ടു ഷ്രിങ്കേജ് ആൻഡ് ക്രീപ്പ്. ഒരു RCC സ്ട്രക്ചറിൽ ലോങ് ടേം ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ടൈം പാസ് ചെയ്യുന്നതനുസരിച്ച് 5 വർഷം 10 വർഷമൊക്കെ കഴിയുന്നതനുസരിച്ച് ആ ലോങ് ടേം ആയിട്ടുണ്ടാകുന്ന ആ ഒരു ഡിഫ്ലക്ഷനാണ്. യൂഷ്വലി ഈ ഒരു ലോങ് ടേം ഡിഫ്ലക്ഷൻ ഉണ്ടാകാനുള്ള കാരണം ഷ്രിങ്കേജും ക്രീപ്പുമാണ്. കോൺക്രീറ്റിലുള്ള ഷ്രിങ്കേജ് എഫക്റ്റും ക്രീപ്പിൻ്റെ എഫക്റ്റുമാണ്. ലോങ് ടേം ഡിഫ്ലക്ഷൻ ആർ 2 to 3 times that of ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ. ഇപ്പോൾ ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ കിട്ടുന്ന വാല്യൂ എത്രയാണോ അതിൻ്റെ 2 to 3 times ആയിരിക്കും അപ്രോക്സിമേറ്റ്ലി ലോങ് ടേം ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. IS കോഡ് റെക്കമെൻഡേഷൻസ്. IS കോഡ് ഓൾസോ റെക്കമെൻഡ്സ് ദ ഫോളോയിങ് 2 മെത്തേഡ് ഫോർ ചെക്കിംഗ് ദ ഡിഫ്ലക്ഷൻ. ഇപ്പോൾ നമുക്കൊരു ന്യൂമറിക്കൽ പ്രോബ്ലം തരുവാണെങ്കിൽ 2 ടൈപ്പ് കാൽക്കുലേഷനാണ് നമുക്ക് ഡിഫ്ലക്ഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഒന്നാമത്തത് ബൈ ലിമിറ്റിംഗ് സ്പാൻ ടു എഫക്റ്റ് ഡെപ്ത് റേഷ്യോ. ഇപ്പോൾ നമ്മൾ 1-2 ഡിസൈൻസ് ഒക്കെ ചെയ്തപ്പോൾ ചെക്ക് ഫോർ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പിൽ നമ്മൾ ഈ ഒരു മെത്തേഡാണ് ചെയ്തത്. അതായത് L/D റേഷ്യോ ചെക്ക് ചെയ്യും. ഇപ്പോൾ നമ്മൾ ആ ഒരു ബീമോ സ്ലാബോ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുത്തേക്കുന്ന പ്രൊവൈഡ് ചെയ്തേക്കുന്ന L/D റേഷ്യോ മസ്റ്റ് ബി ലെസ് ദാൻ L/D റേഷ്യോ അലവബിൾ. അപ്പോൾ L/D റേഷ്യോ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്ന L/D റേഷ്യോ എത്രയാണോ അത് എന്തായിരിക്കണം, ലെസ് ദാൻ L/D റേഷ്യോ അവൈലബിൾ. അപ്പോൾ L/D റേഷ്യോ നമുക്ക് കോഡ് ബുക്കിലുണ്ട്. കാൻഡിലിവർ ബീം ആണെങ്കിൽ 7, സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണെങ്കിൽ 20 എന്നുള്ള രീതിയിൽ ഇൻറ്റു നമുക്ക് കുറച്ച് മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ ഉണ്ട്, KT KC എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ ഒരു റേഷ്യോ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അതാണ് ഒരു ടൈപ്പ് ഓഫ് ഡിഫ്ലക്ഷൻ ചെക്കിങ്. രണ്ടാമത്തത് ബൈ കാൽക്കുലേറ്റിംഗ് ദ ആക്ച്വൽ ഡിഫ്ലക്ഷൻ. ഇപ്പോൾ ഇവിടെയാണ് നമുക്ക് ഷോർട്ട് ടേം ലോങ് ടേം ഡിഫ്ലക്ഷൻ ടൈപ്പ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ആ ഒരു IS റെക്കമെൻഡേഷനിലേക്ക് പോകാം. നമ്മുടെ IS കോഡ് 456 പേജ് 37 ക്ലോസ് 23.2-ൽ കൺട്രോൾ ഓഫ് ഡിഫ്ലക്ഷനെ പറ്റി പറയുന്നുണ്ട്. ദ ഡിഫ്ലക്ഷൻ ഓഫ് എ സ്ട്രക്ചർ ഓർ പാർട്ട് thereof shall not adversely affect the appearance or efficiency of the structure and finishes. The deflection shall generally be limited to the following. അപ്പോൾ ഒരു സ്ട്രക്ചറിലുള്ള ഡിഫ്ലക്ഷൻ ഈ പറയുന്ന 2 കേസിൽ ലിമിറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം പറഞ്ഞേക്കുന്നത് ലോങ് ടേം ഡിഫ്ലക്ഷൻ്റെ ക്ലോസ് ആണ്. അതായത് സ്ട്രക്ചറിൽ ലോങ് ടേം ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്താൽ അതിൻ്റെ മാക്സിമം ലിമിറ്റാണ് ഈ പോയിന്റ് തന്നേക്കുന്നത്. The final deflection due to all loads including the effect of temperature, creep, and measured from the escast level of the support of floor, roof and all other horizontal members shall not exceed span by 250.
അപ്പോൾ ഇതിൻ്റെ അകത്ത് പറയുന്നത് ഫൈനൽ ഡിഫ്ലക്ഷൻ വിച്ച് ഇൻക്ലൂഡ് ടെമ്പറേച്ചർ ക്രീപ്പ് ആൻഡ് ഷ്രിങ്കേജ് എഫക്റ്റ്, അതായത് ലോങ് ടേം ഡിഫ്ലക്ഷൻ ആണ് പറയുന്നത്. ലോങ് ടേം ഡിഫ്ലക്ഷനിൽ കിട്ടുന്ന വാല്യൂ ഷാൽ നോട്ട് എക്സീഡ്, ദാറ്റ് ഈസ് മസ്റ്റ് ബി ലെസ് ദാൻ സ്പാൻ ബൈ 250. ഇപ്പോൾ സ്പാൻ ബൈ 250 ചെയ്താൽ കിട്ടുന്ന വാല്യൂ എത്രയാണോ അതിനേക്കാളും ചെറുതായിരിക്കണം നമ്മുടെ ലോങ് ടേം ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി അടുത്തത് ബി എന്ന് പറയുന്ന കോഴ്സ് ഷോർട്ട് ടേം ഡിഫ്ലക്ഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. ദ ഡിഫ്ലക്ഷൻ ഇൻക്ലൂഡിംഗ് ദ എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ക്രീപ്പ് ആൻഡ് ഷ്രിങ്കേജ് occurring after the erection of partition and application of finishes shall not exceed span by 350 or 20 mm whichever is less. ഓക്കെ, ഇവിടെ പറയുന്നത് ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ അത് എപ്പോഴാണ് ഉണ്ടാകുന്നത്? ജസ്റ്റ് നമ്മൾ ആ ഒരു പാർട്ടീഷനൊക്കെ ഇറക്റ്റ് ചെയ്ത് ഫ്ലോർ ഫിനിഷൊക്കെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ആ പോയിന്റിലുള്ള ഡിഫ്ലക്ഷൻ, അതിനാണ് നമ്മൾ ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ മസ്റ്റ് നോട്ട് എക്സീഡ്, ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ സ്പാൻ ബൈ 350 ഓർ 20 mm whichever is less. ഈ രണ്ട് വാല്യൂയിൽ ഏതാണോ ചെറുത് അതിനേക്കാളും വലുതാകാൻ പാടില്ല. അപ്പോൾ ലോങ് ടേം ഡിഫ്ലക്ഷനും ഷോർട്ട് ടേം ഡിഫ്ലക്ഷനും കണ്ടുപിടിക്കുന്ന ലിമിറ്റാണ് ഈ പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇനി നമുക്കറിയാം, നമുക്ക് ഡിഫ്ലക്ഷൻ ക്രൈറ്റീരിയാസ് നമുക്ക് കോഡ് ബുക്കിൽ തന്നിട്ടുണ്ട് അല്ലേ. L/D റേഷ്യോ, ഇതിനാണ് നമ്മൾ ഡിഫ്ലക്ഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഒരു മെമ്പറിൻ്റെ L/D റേഷ്യോ, ക്യാൻഡിലിവർ ആണെങ്കിൽ L/D റേഷ്യോ 7 ആണ്, സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണെങ്കിൽ L/D റേഷ്യോ 20 ആണ്, കണ്ടിന്യൂസ് എൻഡ് ആണെങ്കിൽ L/D റേഷ്യോ 26 ആണ്. ഓക്കെ, ഇനി അത് കുറച്ച് ക്ലോസ് പറയുന്നുണ്ട്. ഡിപ്പെൻഡിങ് ഓൺ ദ ഏരിയ ആൻഡ് ദ സ്ട്രെസ് ഓഫ് സ്റ്റീൽ ഫോർ ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് ദ വാല്യൂ ഓഫ് പോയിന്റ് എ or B shall be modified by multiplying the modification factor obtained from figure 4. അതായത് ഇതാണ് ഫിഗർ നമ്പർ 4. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന മോഡിഫിക്കേഷൻ ഫാക്ടർ, അപ്പോൾ PT-നെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കും പെർസെൻറ്റേജ് ഓഫ് ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് PT എന്ന് പറയാം. അപ്പോൾ ആ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന PT-യുടെ വാല്യൂ അനുസരിച്ചിട്ട് നമുക്ക് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു മോഡിഫിക്കേഷൻ ഫാക്ടർ കിട്ടും. അപ്പോൾ നേരത്തെ പറഞ്ഞ ഡിഫ്ലക്ഷൻ നമ്മൾ കണ്ടുപിടിക്കുന്ന ആ ഒരു L/D റേഷ്യോ അത് ആ ഈ പറഞ്ഞ പോലെ 7 ആയിരിക്കും, 20 ആയിരിക്കും, 26 ആയിരിക്കും. ഈ വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്യണം? മോഡിഫിക്കേഷൻ ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ടെൻഷൻ സ്റ്റീലിനെ ബേസ് ചെയ്തിട്ട് ഈ ഒരു മോഡിഫിക്കേഷൻ ഫാക്ടർ യൂസ് ചെയ്യുക. അടുത്തത് ഏരിയ ഓഫ് കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു D എന്ന് പറയുന്ന ക്ലോസ് കൂടി യൂസ് ചെയ്യുക. ഡിപ്പെൻഡിങ് ഓൺ ദ ഏരിയ ഓഫ് ദ കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് ദ വാല്യൂ ഓഫ് സ്പാൻ ബൈ ഡെപ്ത് റേഷ്യോ be further modified by multiplying with the modification factor obtained from figure 5. അപ്പോൾ കംപ്രഷൻ സ്റ്റീൽ യൂസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണെങ്കിൽ നമ്മൾ PC പെർസെൻറ്റേജ് സ്റ്റീൽ ഓഫ് കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് അത് കണ്ടുപിടിക്കുക. സപ്പോസ് കിട്ടുന്ന ഈ ഒരു വാല്യൂ ആണെങ്കിൽ ഇങ്ങോട്ട് പ്ലോട്ട് ചെയ്ത് ഇവിടെ കിട്ടുന്നതായിരിക്കും മോഡിഫിക്കേഷൻ ഫാക്ടർ. ആ മോഡിഫിക്കേഷൻ ഫാക്ടർ വെച്ചിട്ട് നമ്മുടെ L/D റേഷ്യോനെ മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതേപോലത്തെ 1-2 പ്രോബ്ലം നമ്മൾ ഇതിനു മുമ്പ് മൊഡ്യൂൾ 2-ൽ നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്, മോഡിഫിക്കേഷൻ ഫാക്ടർ വെച്ച് ഡിഫ്ലക്ഷൻ ചെക്ക് ചെയ്യുന്നതൊക്കെ. ഓക്കെ, ഇനി അടുത്തത് ഫോർ ഫ്ലാഞ്ച്ഡ് ബീംസ്, അതായത് T-ബീമോ L ഷേപ്പിലുള്ള ബീംസ് ഒക്കെയാണ് നമ്മൾ ഫ്ലാഞ്ച്ഡ് ബീംസ് എന്ന് പറയുന്നത്. ദ വാല്യൂ ഓഫ് പോയിന്റ് A ആൻഡ് ബി മോഡിഫൈഡ് ആസ് പെർ ഫിഗർ 6. അപ്പോൾ ഒരു T-ബീമോ ഫ്ലാഞ്ച്ഡ് ബീമോ ഒക്കെയാണ് തരുന്നതെങ്കിൽ നമ്മൾ ഈ ഒരു ഫിഗർ യൂസ് ചെയ്തിട്ട് മോഡിഫിക്കേഷൻ ഫാക്ടർ കണ്ടുപിടിക്കണം. മോഡിഫിക്കേഷൻ ഫാക്ടർ ഫ്ലാഞ്ച്ഡ് ബീമിന് MF എന്ന് കൊടുക്കാം. അപ്പോൾ ദ റേഷ്യോ ഓഫ് വെബ് വിഡ്ത്ത് ടു ഫ്ലാഞ്ച് വിഡ്ത്ത്, അപ്പോൾ റേഷ്യോ ഓഫ് BW വെബ് വിഡ്ത്ത് ഡിവൈഡഡ് ബൈ ഫ്ലാഞ്ച് വിഡ്ത്ത് BF, ഈ ഒരു റേഷ്യോ കിട്ടും. അതിൻ്റെ വാല്യൂ എത്രയാണോ അത് പ്ലോട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു മോഡിഫിക്കേഷൻ ഫാക്ടർ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രേ ഉള്ളൂ. L/D റേഷ്യോ ഇപ്പോൾ നമുക്ക് സിംപ്ലി സപ്പോർട്ടർ ആണെങ്കിൽ 20 ആണ്. ഇതിനെ മോഡിഫിക്കേഷൻ ഫാക്ടർ ടെൻഷൻ സ്റ്റീൽ ആണെങ്കിൽ KT വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, കംപ്രഷൻ സ്റ്റീൽ ഉണ്ടെങ്കിൽ KC വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, ഫ്ലാഞ്ച്ഡ് ബീം ആണെങ്കിൽ KF വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ കിട്ടുന്ന വാല്യൂ ആയിരിക്കണം നമ്മുടെ ഒരു ബീമിലുള്ള അലവബിൾ ഡിഫ്ലക്ഷൻ. ഇത്രയും ഡിഫ്ലക്ഷനാണ് പോസിബിൾ. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന L/D റേഷ്യോ എത്രയാണെന്നുള്ളത് ആക്ച്വൽ വാല്യൂ നോക്കുക. അപ്പോൾ കിട്ടുന്നത് X ആണെങ്കിൽ ഈ അലവബിൾ വാല്യൂവിൻ്റെ അകത്താണ് ഈ X കിട്ടുന്നതെങ്കിൽ, അതായത് ലെസ് ദാൻ ആണ് കിട്ടുന്നതെങ്കിൽ നമ്മുടെ ബീം ഡിഫ്ലക്ഷനിൽ നിന്ന് സേഫ് ആയിരിക്കും. ഇതാണ് നമ്മൾ സാധാ രീതിയിൽ ഡിഫ്ലക്ഷൻ ചെക്ക് ചെയ്യുന്ന മെത്തേഡ്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്ന IS റെക്കമെൻഡേഷൻ അനുസരിച്ച് നമുക്ക് ജസ്റ്റ് എഫക്റ്റീവ് ഡെപ്ത് സ്പാൻ ബൈ എഫക്റ്റീവ് ഡെപ്ത് റേഷ്യോ വെച്ച് ചെക്ക് ചെയ്ത് നോക്കാം. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി അടുത്തത് ബൈ കാൽക്കുലേറ്റിംഗ് ആക്ച്വൽ ഡിഫ്ലക്ഷൻ നമുക്ക് വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ C എടുക്കുക, IS 456 Annex C, പേജ് നമ്പർ 88 ആണ്. ഇതിൻ്റെ അകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് കിടപ്പുണ്ട്. ആദ്യം ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ.
The short-term deflection may be calculated by the usual methods for elastic deformation using the short-term modulus of elasticity of concrete EC and an effective moment of inertia I effective given by the following equation. അപ്പോൾ ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എടുക്കേണ്ട ഇക്വേഷൻ ഞാൻ പ്രോബ്ലം ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ നമ്മൾ സ്ട്രക്ചറൽ അനാലിസിസിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും, ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ UDL ആണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ മാക്സിമം ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ y is equal to 5/384 W L raised to 4/EI. ഇതാണ് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ UDL വരുമ്പോൾ മാക്സിമം ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഈ ഇക്വേഷനാണ് നമ്മൾ ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ എടുക്കുമ്പോൾ യൂസ് ചെയ്യേണ്ടത്. പിന്നെ അത് W എന്ന് പറഞ്ഞാൽ ലോഡാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ഡിസൈൻ ലോഡല്ല. ഈ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കുന്ന പ്രോബ്ലത്തിലെല്ലാം W എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ടോട്ടൽ ലോഡ് കണ്ടുപിടിച്ചാൽ മതി. അതിനെ ഫാക്ടർ ഓഫ് സേഫ്റ്റി വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ഡിസൈൻ ലോഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. L എന്ന് വെച്ചാൽ എഫക്റ്റീവ് ലെങ്ത് ആണ്, E എന്ന് വെച്ചാൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ്, I എന്ന് പറഞ്ഞാൽ I എഫക്റ്റീവ് ആണ് എടുക്കേണ്ടത്. ഈ I എഫക്റ്റീവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഇത് ഇപ്പോൾ മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ I എഫക്റ്റീവ് ഇസ് ഈക്വൽ ടു IR ഡിവൈഡഡ് ബൈ 1.2 മൈനസ് MR/M ഇൻറ്റു Z/D ബ്രാക്കറ്റിൽ 1 - X/D ഇൻറ്റു BW/B. ഓരോ ടേംസ് എന്തൊക്കെയാണ് താഴെ മെൻഷൻ ചെയ്യുന്നുണ്ട്. IR എന്ന് വെച്ചാൽ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ക്രാക്ട് സെക്ഷൻ, MR എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊമെൻറ്റ് ഓഫ് ക്രാക്ട് സെക്ഷൻ, അത് കണ്ടുപിടിക്കാനായിട്ട് FCR ഇൻറ്റു IGR/YT. ഇതിനകത്ത് FCR എന്ന് വെച്ചാൽ മോഡുലസ് ഓഫ് റപ്ചർ ഓഫ് കോൺക്രീറ്റ്, IGR എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രോസ് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ, അതായത് റെക്റ്റാങ്കിൾ ആണെങ്കിൽ BDQ/12, അതിനാണ് നമ്മൾ IGR ഗ്രോസ് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിനകത്ത് വരുന്ന M ഉണ്ട്. M എന്ന് വെച്ചാൽ മാക്സിമം മൊമെൻറ്റ് അണ്ടർ സർവീസിങ് ലോഡ്, അതായത് നമ്മൾ WL²/8 എന്നൊക്കെ പറഞ്ഞു കൊടുക്കത്തില്ലേ. ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ UDL ആണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് M is equal to WL²/8. അതാണ് ഈ ഒരു M. ഇനി അടുത്തത് Z എന്ന് പറഞ്ഞാൽ ലിവറാം, X എന്ന് വെച്ചാൽ ന്യൂട്രൽ ആക്സിസ് ഡെപ്ത്, D എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഫക്റ്റീവ് ഡെപ്ത്, BW എന്ന് വെച്ചാൽ ബ്രെഡ്ത്ത് ഓഫ് വെബ്, B എന്ന് വെച്ചാൽ ബ്രെഡ്ത്ത് ഓഫ് കംപ്രഷൻ ഫേസ്. അപ്പോൾ T ബീം ആണെങ്കിലേ ഉള്ളൂ BWയും Bയും സെപ്പറേറ്റ് ആയിട്ട് വരുന്നത്. റെക്റ്റാങ്കുലർ ബീം ആണെങ്കിൽ BW തന്നെയായിരിക്കും B എന്നും പറഞ്ഞ് വരുന്നത്. ഓക്കെ, ഇനി ചിലപ്പോൾ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ എക്സിന് പകരം N ആയിരിക്കും നൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ നൊട്ടേഷൻസ് നോക്കുക. ചിലപ്പോൾ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ന്യൂട്രൽ ആക്സിസ് ഡെപ്തിന് X എന്നും അല്ലെങ്കിൽ ന്യൂട്രൽ ആക്സിസ് ഡെപ്തിന് N എന്നും പറഞ്ഞായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരരുത്. അതേപോലെ ലിവർ ആം ഡിസ്റ്റൻസിന് നമ്മൾ ഇവിടെ Z എന്നാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ സ്മോൾ a ആയിരിക്കും നൊട്ടേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നൊട്ടേഷൻസ് മാറുന്നതേ ഉള്ളൂ, അത് ടെക്സ്റ്റ് ബുക്കിൽ മാറുന്നതനുസരിച്ചിട്ട് നമ്മൾ നൊട്ടേഷൻസ് യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. കൺഫ്യൂഷൻ വരണ്ട. Z എന്ന് പറഞ്ഞാൽ ലിവറാമാണ്, ഇനി പകരം സ്മോൾ a ആണ് കൊടുക്കുന്നതെങ്കിൽ അതും ലിവറാം തന്നെ ആയിരിക്കും. X എന്ന് പറഞ്ഞാൽ ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് ആണ്, സ്മോൾ n ആണ് കൊടുക്കുന്നതെങ്കിൽ അതും ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാം. ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് y is equal to 5/384 W raised to 4/EI. ഇതാണ് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ UDL ആണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ മാക്സിമം ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇനി ഇതിൻ്റെ സ്ഥാനത്ത് ഒരു ക്യാൻഡിലിവർ ബീം വിത്ത് UDL ആണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ WL raised to 4/8EI. ഇതാണ് ഇക്വേഷൻ. മാക്സിമം ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ WL raised to 4/8EI. ഇതിനകത്ത് W എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ലോഡാണ്, L എന്ന് വെച്ചാൽ സ്പാൻ ആണ്, E എന്ന് വെച്ചാൽ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ യങ്സ് മോഡുലസ് ആണ്, I എഫക്റ്റീവ് വേണം യൂസ് ചെയ്യാൻ. I എഫക്റ്റീവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ മാത്രമാണ് നമുക്ക് ഈ കോഡിൽ നിന്ന് ആവശ്യമുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ കേസിൽ. ഇനി ഫോർ കണ്ടിന്യൂസ് ബീംസ് ദ ഡിഫ്ലക്ഷൻ ഷാൽ ബി കാൽക്കുലേറ്റഡ് ബൈ യൂസിങ് IR, IGR, MR മോഡിഫൈഡ് ബൈ ദ ഫോളോയിങ് ഇക്വേഷൻ. അപ്പോൾ ഈ ഇക്വേഷനെ ഒന്ന് മോഡിഫൈ ചെയ്യണം ഈ ഒരു ടേം വെച്ചിട്ട്. XE എന്ന് പറഞ്ഞാൽ നമ്മുടെ മോഡിഫിക്കേഷൻ വാല്യൂ. അപ്പോൾ XE എന്ന് വെച്ചാൽ മോഡിഫിക്കേഷൻ വാല്യൂ ഓഫ് X ആണ്. XE is equal to K1 into X1 plus X2 divided by 2 plus 1 minus K1 into X0. ഓരോ വാല്യൂസ് എന്തൊക്കെയാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ബീംസിൻ്റെ കേസിലാണ്. അപ്പോൾ നിങ്ങൾക്ക് യൂഷ്വലി കണ്ടിന്യൂസ് ബീംസ് അങ്ങനെ ചോദിക്കാറില്ല, സിംപ്ലി സപ്പോർട്ടഡോ ക്യാൻഡിലിവറോ ചോദിക്കത്തുള്ളൂ. ഇനി അടുത്തത് ഡിഫ്ലക്ഷൻ ഡ്യൂ ടു ഷ്രിങ്കേജ് ആണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ ആണ്. അപ്പോൾ ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ ആണെങ്കിൽ ഈ ഒരു ഇക്വേഷനും നമ്മുടെ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് 5/384 WL raised to 4/EI എന്ന് പറഞ്ഞ ഇക്വേഷൻ എടുത്താൽ മതി. ഇനി അടുത്ത ലോങ് ടേം ഡിഫ്ലക്ഷൻ ആണ് ചോദിക്കുന്നതെങ്കിൽ, അതായത് ടോട്ടൽ ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ ലോങ് ടേം ഡിഫ്ലക്ഷൻ ആണ് ചോദിക്കുന്നതെങ്കിൽ ഇറ്റ് ഈസ് ദ സം ഓഫ് ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ പ്ലസ് ഡിഫ്ലക്ഷൻ ഡ്യൂ ടു ഷ്രിങ്കേജ് പ്ലസ്
ഡിഫ്ലക്ഷൻ ഡ്യൂ ടു ക്രീപ്പ്. ഇതെല്ലാം കൂടി ആഡ് ചെയ്താലാണ് നമുക്ക് ലോങ് ടേം ഡിഫ്ലക്ഷൻ കിട്ടുന്നത്. ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഡിഫ്ലക്ഷൻ ഡ്യൂ ടു ക്രീപ്പാണ്. ദ ഡിഫ്ലക്ഷൻ ഡ്യൂ ടു ക്രീപ്പ് ഈസ് നൊട്ടേറ്റഡ് ബൈ ACS ആൻഡ് മേ ബി കോമ്പ്യൂട്ടഡ് ബൈ ദ ഫോളോയിങ് ഇക്വേഷൻ. അപ്പോൾ ഷ്രിങ്കേജ് കൊണ്ടുള്ള ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ACS ഇസ് ഈക്വൽ ടു K3 ഇൻറ്റു psi CS ഇൻറ്റു L സ്ക്വയർ. ഓക്കെ, അപ്പോൾ K3 ഇസ് ഈക്വൽ ടു, ഇതിനകത്തുള്ള K3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു കോൺസ്റ്റൻ്റ് ആണ്. ഇത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ സപ്പോർട്ട്സ്. ക്യാൻഡിലിവർ ബീം ആണെങ്കിൽ K3യുടെ വാല്യൂ 0.5 ആയിരിക്കും. സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണെങ്കിൽ K3യുടെ വാല്യൂ 0.125 ആയിരിക്കും. കണ്ടിന്യൂസ് എൻഡ് ഉള്ളതാണെങ്കിൽ K3യുടെ വാല്യൂ 0.086 ആയിരിക്കും. ഫുള്ളി കണ്ടിന്യൂസ് ആണെങ്കിൽ 0.063 ആയിരിക്കും. അപ്പോൾ K3 കണ്ടുപിടിക്കാനായിട്ട് വേറെ ഒരിടത്തും പോകേണ്ട, ഈ പറയുന്ന ഏതെങ്കിലും ഒരു വാല്യൂ ആയിരിക്കും. ഇനി psi CS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ shrinkage curve equal to K4 into epsilon CS divided by D. അപ്പോൾ psi CS കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് എഴുതിയിരിക്കുന്നത്. psi CS is equal to K4 into epsilon CS divided by D. ഇതിനകത്ത് epsilon CS കണ്ടുപിടിക്കാനായിട്ട് സെക്ഷൻ 6.2.4 എടുക്കുക. അത് പ്രോബ്ലം ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇനി അടുത്തത് K4 കണ്ടുപിടിക്കാനായിട്ട് രണ്ട് ഇക്വേഷനാണ് ഉള്ളത്. K4 കണ്ടുപിടിക്കാനായിട്ട് രണ്ട് ഇക്വേഷനാണ് ഉള്ളത്. PT മൈനസ് പി സിയുടെ വാല്യൂ ലെസ് ദാൻ 1 ആണെങ്കിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. PT മൈനസ് പി സിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. ഇനി എന്താണ് PT PC? PT എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർസെൻറ്റേജ് ഓഫ് ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ്, PC എന്ന് വെച്ചാൽ പെർസെൻറ്റേജ് ഓഫ് കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റ്. അപ്പോൾ ഒരു ബീം എടുത്തിട്ടുണ്ടെങ്കിൽ മുകളിൽ ഉള്ള റീഇൻഫോഴ്സ്മെൻ്റ് ആണ് ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ്, അത് AST എന്ന് പറയും. അപ്പോൾ PT കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 100 AST/BD ആണ്. ഇനി ഒരു ബീം എടുത്തിട്ടുണ്ടെങ്കിൽ മുകളിലുള്ളത് നമുക്ക് ASC എന്നാണ് പറയുന്നത്, കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റ്. ഞാൻ ഒന്നുകൂടി പറയാം. നമ്മളൊരു ബീം എടുത്തിട്ടുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന സ്റ്റീലാണ് ASC. അപ്പോൾ ASC ആണ് ഏരിയ ഓഫ് കംപ്രഷൻ സ്റ്റീൽ. അപ്പോൾ PC കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ 100 ASC/BD ആണ്. ഇനി അടുത്തത് താഴെ കൊടുക്കുന്ന സ്റ്റീലാണ് AST. അപ്പോൾ PT എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് ടെൻഷൻ സ്റ്റീലാണ്, അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 100 AST/BD ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പറഞ്ഞേക്കുന്നത് PT മൈനസ് PC ചെയ്ത് കിട്ടുന്ന വാല്യൂയുടെ ലെസ് ദാൻ 1 ആണ് കിട്ടുന്നതെങ്കിൽ K4 കണ്ടുപിടിക്കാനായിട്ട് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. ഇനി PT മൈനസ് PC ഗ്രേറ്റർ ദാൻ 1 ആണ് കിട്ടുന്നതെങ്കിൽ K4 കണ്ടുപിടിക്കാനായിട്ട് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. ഓക്കെ, കാണുമ്പോൾ കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലും ഈ വാല്യൂസ് ഒക്കെ നമുക്ക് കോഡ് ബുക്കിൽ തന്നെ തന്നിട്ടുണ്ട്, ഇതൊന്നും ബൈഹാർട്ട് ചെയ്യേണ്ട. D എന്ന് വെച്ചാൽ ഓവറോൾ ഡെപ്ത് ഓഫ് ബീമാണ്. ഓക്കെ, ഇത് ഇത്രയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഷ്രിങ്കേജ് ഡിഫ്ലക്ഷൻ കിട്ടും, ഡിഫ്ലക്ഷൻ ഡ്യൂ ടു ഷ്രിങ്കേജ് കിട്ടും. ഇനി ഫൈനലി നമുക്ക് വേണ്ടത് ഡിഫ്ലക്ഷൻ ഡ്യൂ ടു ക്രീപ്പാണ്. ഓക്കെ, ഇപ്പോൾ PTയും PCയും കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് ഇവിടെ തന്നെ കിടപ്പുണ്ട്, നിങ്ങളത് കാണാപ്പാടം പഠിക്കേണ്ട. ക്യാപിറ്റൽ D എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ഡെപ്ത് ഓഫ് സെക്ഷൻ ആണെന്നും കിടപ്പുണ്ട്. L എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നേക്കുന്ന ബീമിൻ്റെ സ്പാൻ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഡിഫ്ലക്ഷൻ ഡ്യൂ ടു ക്രീപ്പ്. അപ്പോൾ ക്രീപ്പിൻ്റെ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ACC പെർമനൻറ്റ് ഇസ് ഈക്വൽ ടു AICC പെർമനൻറ്റ് മൈനസ് AI പെർമനൻറ്റ്. ഓക്കെ, ഇപ്പോൾ ഇക്വേഷൻ കണ്ടിട്ട് കൺഫ്യൂഷൻ ഒന്നും വേണ്ട, വളരെ എളുപ്പമാണ്. ഈ ഇക്വേഷൻ ഓർത്തിരുന്നാൽ മതി. ഇതിൻ്റെ അകത്ത് AICC പെർമനൻറ്റ് ഇസ് ഈക്വൽ ടു ഇനീഷ്യൽ പ്ലസ് ക്രീപ്പ് ഡിഫ്ലക്ഷൻ ഡ്യൂ ടു പെർമനൻറ്റ് ലോഡ്സ് ഒബ്റ്റൈൻഡ് ബൈ ആൻ ഇലാസ്റ്റിക് അനാലിസിസ് വിത്ത് ആൻ എഫക്റ്റീവ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അതായത് സാധാരണ നമ്മൾ കണ്ടുപിടിക്കുന്ന ഈ AI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മൾ കണ്ടുപിടിച്ച ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ തന്നെയാണ്. അതായത് 5/384 WL⁴/EI. EI എന്ന് പറയുമ്പോൾ I എഫക്റ്റീവ് ആണ് നമ്മൾ യൂസ് ചെയ്തത്. ഇത് തന്നെയാണ് ഈ I ആയിട്ട് എഴുതിയിരിക്കുന്നത്. ഇനി ഈ വാല്യൂ AICC എന്ന് പറഞ്ഞാൽ സെയിം ഇക്വേഷൻ 5/384 WL⁴/E ഇൻറ്റു I എഫക്റ്റീവ് അല്ല, ഇതാണ് ഇക്വേഷൻ. ഇതിന് പകരം EC എന്നാണ് കൊടുക്കേണ്ടത്. എഫക്റ്റീവ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ EC കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഇത്. EC/1 + θ. ഇതിനകത്ത് തീറ്റ എന്ന് പറഞ്ഞാൽ ക്രീപ്പ് കോയിഫിഷ്യൻ്റ് ആണ്. അത് കണ്ടുപിടിക്കാനുള്ളത് കോഡ് ബുക്കിൽ തന്നെ അതിൻ്റെ വാല്യൂ പറയുന്നുണ്ട്. ഇത് പ്രോബ്ലം ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇത്രയാണ് നമുക്ക് ഷോർട്ട് ടേം ലോങ് ടേം ഡിഫ്ലക്ഷനിൽ വരുന്നത്. ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ക്ലോസ് വരുന്നത്. I എഫക്റ്റീവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. ഇനി ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ ബേസിക് ഫോർമുലയാണ് യൂസ് ചെയ്യേണ്ടത്. സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണെങ്കിൽ ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ ഇസ് ഈക്വൽ ടു 5/384 WL⁴/EI. I എന്ന് പറഞ്ഞാൽ I എഫക്റ്റീവ് ആണ്.
ഇനി അത് ക്യാൻഡിലിവർ ബീം ആണെങ്കിൽ, ക്യാൻഡിലിവർ ബീം വിത്ത് UDL ആണെങ്കിൽ WL⁴/8 E I എഫക്റ്റീവ്. ഇതായിരിക്കും ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇതിനകത്ത് ഈ I എഫക്റ്റീവ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് നമ്മുടെ കോഡിൽ മെൻഷൻ ചെയ്തേക്കുന്നത്. ഓക്കെ, ഇനി ഇത് കണ്ടുപിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. I എഫക്റ്റീവ് കണ്ടുപിടിക്കുമ്പോൾ I എഫക്റ്റീവ് മസ്റ്റ് ബി ഏറ്റവും ചെറിയ വാല്യൂ ICR ആയിരിക്കണം, ഏറ്റവും വലിയ വാല്യൂ IGR ആയിരിക്കണം. I എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടക്കുള്ള വാല്യൂ ആയിരിക്കണം. IGR കണ്ടുപിടിക്കാനായിട്ട് സിമ്പിളാണ്, സാധാരണ BD⁵/12 ചെയ്താൽ മതി. ICR എന്ന് പറഞ്ഞാൽ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ക്രാക്ക്ഡ് സെക്ഷൻ ആണ്. അതിൻ്റെ ഇക്വേഷൻ ഞാൻ പ്രോബ്ലം ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ഇനി ഇതിൻ്റെ അകത്ത് 1-2 കാര്യങ്ങൾ കൂടി മെൻഷൻ ചെയ്യാം. FCR കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ, FCR കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഇത് എവിടെ നിന്നാണ് FCR വന്നത്? നമ്മളിത് ഇവിടെയൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് FCR കയറി വന്നായിരുന്നു. FCR, ഈ FCRൻ്റെ ഇക്വേഷൻ അത് നിങ്ങൾ കാണാപ്പാടം പഠിക്കേണ്ട, ഇത് നമ്മുടെ കോഡ് ബുക്കിൽ പേജ് 60 ഉണ്ട്. FCR = 0.87 FCക്ക് വാല്യൂ ക്വസ്റ്റ്യനിൽ തരും. ഇനി അടുത്തത് EC കണ്ടുപിടിക്കാനായിട്ട്, യങ്സ് മോഡുലസ് ഓഫ് കോൺക്രീറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 5000 √FC ആണ്. അത് നമുക്ക് ഈ കോഡ് ബുക്കിനകത്തുണ്ട്. ഇനി തീറ്റ, ക്രീപ്പ് കോയിഫിഷ്യൻ കണ്ടുപിടിക്കാനുള്ള വാല്യൂ ആണിത്. ക്രീപ്പ് കോയിഫിഷ്യൻ കണ്ടുപിടിക്കാനുള്ള വാല്യൂ ആണിത്. യൂഷ്വലി നമ്മൾ 28 ഡേയ്സിന് വേണ്ടിയിട്ട് 1.6 ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ജനറലായിട്ട് ഈ ഒരു ഡിഫ്ലക്ഷനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇതിനകത്തൊന്ന് പ്രോബ്ലം ചോദിച്ചില്ലെങ്കിൽ നിങ്ങൾക്കൊരു ഷോർട്ട് ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ കോഡ് ബുക്കിലെ പേജ് നമ്പറും അതിൻ്റെ അകത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്താൽ മതി. ഇനി അടുത്ത് നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ട് 1-2 പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പോൾ ഈ കോൺസെപ്റ്റ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഓക്കെ, താങ്ക് യു.